നമ്മുടെ ചുറ്റും നോക്കുമ്പോൾ കരിയറിലും ജീവിതത്തിലും വെന്നിക്കൊടി പാറിച്ച് തലയുയർത്തി ആത്മവിശ്വാസത്തോടെ നിൽക്കുന്ന ധാരാളം ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ അവരുടെ ഈ വിജയങ്ങൾക്കെല്ലാം പിന്നിൽ എന്താണ്? അവരെ അവരാക്കി മാറ്റിയത് എന്തൊക്കെയാണ്? സ്വന്തം കഴിവുകളിൽ വിശ്വാസമർപ്പിച്ച് ആത്മവിശ്വാസത്തോടെ കാര്യങ്ങൾ ചെയ്യുന്നു എന്നതാകും. നിങ്ങളുടെ സ്വന്തം വിലയെക്കുറിച്ച് ബോധവാന്മാരായിരിക്കുക എന്നതാണ് മാനസിക സമാധാനം കൈവരിക്കുന്നതിനുള്ള പ്രധാന കാര്യം. സ്വയം മതിപ്പ് തോന്നുന്നത് എളുപ്പമല്ലെങ്കിലും സ്വയം വിലമതിക്കാൻ നിങ്ങളുടെ മനസ്സിനെ പരിശീലിപ്പിക്കുന്നത് സ്വയം സ്നേഹം പരിശീലിപ്പിക്കുന്നതിനുള്ള കുഞ്ഞു ചുവടുകൾ അനിവാര്യമാണ്. നമ്മുടെ മുതിർന്നവരിൽ നിന്നുള്ള ഉപദേശങ്ങൾ നാം പലപ്പോഴും വില കൽപ്പിക്കാറുണ്ട്. പലപ്പോഴും അത്തരം ഉപദേശങ്ങൾക്കനുസരിച്ചായിരിക്കും നാം പല കാര്യങ്ങളും ചെയ്യുന്നത്. എന്നാൽ നമുക്കൊന്ന് മാറി ചിന്തിച്ചു നോക്കിയാലോ? പഴയ കാലത്തെ നിങ്ങളും പുതിയ കാലത്തെ നിങ്ങളും തമ്മിലൊന്ന് താരതമ്യം ചെയ്തു നോക്കി വിലയിരുത്തി ഒരു പുതിയ നിങ്ങളെ സ്വയം സൃഷ്ടിക്കാം. സമ്പൂർണ്ണ ആത്മസ്നേഹത്തിൻ്റെ അവസ്ഥ കൈവരിക്കാൻ നിങ്ങളെ സഹായിക്കുന്ന 6 കാര്യങ്ങളുണ്ട്. സ്വയം മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യുന്നത് ഒഴിവാക്കണം. മത്സരപരമായ ഒരു വീക്ഷണ കോണിൽ ഏർപ്പെടാൻ നമ്മൾ നിർബന്ധിക്കപ്പെടുമ്പോൾ ഭയപ്പെടാതിരിക്കാൻ പ്രയാസമാണ്. എന്നിരുന്നാലും നിങ്ങൾ മത്സരിക്കേണ്ട ഒരേയൊരു വ്യക്തി നിങ്ങളാണ് എന്ന് ചിന്തിക്കുക. അതിലൂടെ നിങ്ങൾക്ക് ഒരേയൊരു വിജയിയെ മാത്രമേ ലഭിക്കുകയുള്ളൂ. അത് നിങ്ങൾ തന്നെയാണ്. സ്വയം മുൻഗണന നൽകുന്നതിന് നിങ്ങളുടെ ഊർജം മാറ്റുക. നിങ്ങളുടെ തെറ്റുകളിൽ നിന്ന് പഠിക്കണം. ശരിയായ തീരുമാനങ്ങൾ എടുക്കാനുള്ള ശക്തി മാത്രമല്ല, നിങ്ങളുടെ തെറ്റുകൾ എന്തൊക്കെയാണെന്ന് പഠിക്കാനുള്ള ധൈര്യവും ഉണ്ടായിരിക്കേണ്ടത് അത്യാവശ്യമാണ്. തെറ്റുകളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് വിജയിക്കുന്നതിനായി നിങ്ങളുടെ സമയം ചെലവഴിക്കുക. ഇതിലൂടെ നിങ്ങൾ ഒന്നുകിൽ ജയിക്കും, അല്ലെങ്കിൽ പുതിയതായി ഒരു പാഠം പഠിക്കും. കൂടെയുള്ളവരെ ശ്രദ്ധിക്കണം. എപ്പോഴും നിങ്ങളുടെ കൂടെയുള്ളവരെക്കുറിച്ച് ശ്രദ്ധയോടെ വിലയിരുത്തൽ നടത്തേണ്ട സമയമാണിത്. നിങ്ങളുടെ വളർച്ചയിൽ താല്പര്യമുള്ള ആളുകളാണോ നിങ്ങൾക്ക് ചുറ്റുമുള്ളത് എന്ന് സ്വയം നോക്കുക. നിങ്ങളുടെ വിജയങ്ങൾ നിസ്സാരവൽക്കരിക്കുകയോ അതിൽ അസൂയ തോന്നുന്നവരോ ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ടി നിങ്ങളുടെ സമയം നിക്ഷേപിക്കുന്നത് നിങ്ങളെ തന്നെ സ്നേഹിക്കുന്നതിൽ നിന്ന് തടയുന്നതിനുള്ള ഒരു പ്രധാന കാരണമാണ്. സ്വയം പരീക്ഷിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ദുർബലമായ കണ്ണികൾ മുറിച്ചു കളയുന്നത് പരുഷമാണെന്ന് ഒരിക്കലും കരുതരുത്. ഈ കണ്ണികൾ നിങ്ങളെ വഴിതെറ്റിക്കും എന്നതിനാൽ അവയിൽ നിന്ന് വേറിട്ട് ഒരു പാത സൃഷ്ടിക്കുന്നതാണ് നല്ലത്. സ്വയം മുൻഗണന നൽകണം. ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുണ്ടാകാവുന്ന ഒരു ഉപദേശമാണ് സ്വന്തം കാര്യങ്ങൾക്ക് മുൻഗണന കൊടുക്കണം എന്നത്. സ്വയം സ്നേഹിക്കുന്നതിനുള്ള പ്രധാന ഘടകമായി ഇതിപ്പോഴും എപ്പോഴും നിലകൊള്ളുന്നു. നിങ്ങളുടെ വികാരങ്ങൾക്കും പ്രവൃത്തികൾക്കും നിങ്ങൾ സ്വയം ഉത്തരവാദിയാകാൻ തുടങ്ങുമ്പോഴാണ് നിങ്ങൾക്ക് സ്വന്തം കാര്യങ്ങൾക്ക് മുൻഗണന നൽകുവാൻ സാധിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിലേക്ക് പല ആളുകളും വരും പോകും, പക്ഷേ നിങ്ങൾ മാത്രമാണ് നിങ്ങളുടെ ജീവിതത്തിൽ സ്ഥിരമായുള്ളത്. മറ്റുള്ളവരുടെ ആഗ്രഹങ്ങളിൽ നിന്ന് സ്വതന്ത്രമായിരിക്കാൻ പഠിക്കുക. ഒപ്പം സ്വന്തം പ്രതീക്ഷകൾ നിറവേറ്റുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ഒരു കണ്ണാടിക്ക് മുന്നിൽ നിൽക്കുക. ഒന്ന് നോക്കൂ. നിങ്ങളുടെ ദേഹത്തും മുഖത്തുമുള്ള എല്ലാ പാടുകളും അടയാളങ്ങളും ജീവിതത്തിലെ നിങ്ങളുടെ കഠിന ശ്രമങ്ങളുടെ തെളിവാണ്. നിങ്ങളുടേതായ രീതിയിൽ നിങ്ങൾ അകമേയും പുറമേയും സുന്ദരമാണ്. മനോഹരമായ മനസ്സിനെ രൂപപ്പെടുത്തുന്നതിന് നിങ്ങളുടെ ഊർജത്തെ ഉപയോഗിക്കുക. അതിലൂടെ നിങ്ങളുടെ കാഴ്ചപ്പാടിൽ നിങ്ങൾ ഉടനടി ഒരു വ്യത്യാസം കാണും. ഭയപ്പെടുകയോ അമിതമായ ഉത്കണ്ഠ തോന്നുകയോ ചെയ്യുന്നതൊരു സ്വാഭാവിക പ്രവണതയാണ്. എന്നാൽ പുതിയ എന്തെങ്കിലും ചെയ്യുന്നതിൽ നിന്ന് നിങ്ങളെ തടയാൻ ഇതിനെ അനുവദിക്കരുത്. നിങ്ങളുടെ ഭയം എന്താണെന്ന് തിരിച്ചറിയുകയും അവ വിശകലനം ചെയ്യാൻ പഠിക്കുകയും ചെയ്യുക. സ്വയം അവബോധമുള്ളത് നിങ്ങളെ തന്നെ നിങ്ങളുടെ ഒരു മികച്ച പതിപ്പാക്കാൻ സഹായിക്കും. മാത്രമല്ല, ഇത് നിങ്ങളുടെ ഉത്കണ്ഠയുടെ തോത് കുറയ്ക്കാനും സഹായിക്കും. നിങ്ങൾ സ്വയം എങ്ങനെ നോക്കിക്കാണുന്നു എന്നതിലാണെല്ലാം. നിങ്ങൾ സ്വയം ആഗ്രഹിക്കുന്ന രീതിയാണ് നിങ്ങളുടെ വ്യക്തിത്വത്തെ നിർണ്ണയിക്കുന്നത്. ഓർമ്മിക്കുക, പുറമേ ഒരു മാറ്റം കൊണ്ടുവരണമെങ്കിൽ ആദ്യം നിങ്ങൾ മാറ്റം ഉള്ളിൽ നിന്നാണ് കൊണ്ടുവരേണ്ടുള്ളത്.